Hi students, welcome to L&Thing. നമ്മളന്ന് 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് 96-ലെ 3 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ലെസണിലെ അവസാനത്തെ എക്സസൈസ് ആണ്. ഇതോടെ ഈ ലെസൺ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിക്കാം. The product of a number and 2 added to it is 168. What are the numbers? അതായത് ഒരു സംഖ്യയും ആ സംഖ്യയോടുകൂടി രണ്ടും കൂട്ടിയിട്ടുള്ള ഗുണനഫലം 168 ആയാൽ സംഖ്യകൾ ഏവ. അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്ന് എടുക്കുക അല്ലേ. ലെറ്റ് ദ നമ്പർ ബി എക്സ്. 2 ആഡഡ് ടു ഇറ്റ്, അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമ്പർ on 2 added to it gives x plus 2. പിന്നെ എന്താണ് പറയുന്നത്? നമ്പർ ഓൺ 2 added to it gives x plus 2. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രോഡക്റ്റ് ആണ്. എക്സിൻ്റെയും x plus 2-ൻ്റെയും പ്രോഡക്റ്റ് എത്രയാണ്? 168. അതായത് ഗുണനഫലം. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. Equation x into x plus 2 equals 168. Open ചെയ്ത ബ്രാക്കറ്റ്. x square plus 2 into x 2x equals 168. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. അതാ കുറച്ചുകൂടി എളുപ്പം. നോക്കിക്കേ, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. ആഡിങ് 1 on both sides. അപ്പോൾ എന്താ കിട്ടും? x square plus 2x plus 1 equals 168 plus 1. That is, ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ്. x plus 1 the whole square equals 169. ഇതിന് x plus 1 കണ്ടുപിടിച്ചൂടെ? നമുക്കിവിടെ തന്നെ എഴുതാം. x plus 1 equals സ്ക്വയർ റൂട്ട് ഓഫ് 169. നമുക്ക് പ്ലസ് വാല്യൂയും മൈനസ് വാല്യൂയും എടുക്കാം. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13. വെൻ x plus 1 equals 13, x is equal to 13 minus 1 equals 12. When x plus 1 equals minus 13, x is equal to ഈ 1 അപ്പുറത്തുണ്ടാവും മൈനസ് 1 ആവും അല്ലേ. x is equal to മൈനസ് 14 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? x is equal to 12. അപ്പുറത്തെന്താ കിട്ടി? x is equal to മൈനസ് 14. അപ്പോൾ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 12ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്ര നമ്പേഴ്സ് എത്ര കിട്ടും? നമ്പേഴ്സ് 12 ആൻഡ് 14. ഇവിടെ എന്താ കിട്ടും? നമ്പേഴ്സ് മൈനസ് 14, അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 12. അപ്പം പോസിറ്റീവ് വാല്യൂ ആയി, നെഗറ്റീവ് വാല്യൂ ആയി. ഓക്കെ, ഇത് കാണാൻ കഴിയുന്നില്ല അല്ലേ? അത് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് എഴുതാം. നമ്പേഴ്സ് എത്ര? മൈനസ് 14 മൈനസ് 12. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. Find 2 numbers with sum 4 and product 2. 2 സംഖ്യകളുടെ തുക 4ഉം അവയുടെ ഗുണനഫലം 2ഉമായാൽ സംഖ്യകൾ ഏവ. അപ്പം നമുക്കിത് ചെയ്യാം. അപ്പം നമ്പർ എങ്ങനെ എടുക്കാം? ലെറ്റ് 1 number be x. അതർ നമ്പർ എത്ര? 2ൻ്റെ സം 4 എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 4 മൈനസ് എക്സ്. അതർ നമ്പർ വിൽ ബി 4 മൈനസ് എക്സ്. എന്താണ് കാരണം? സം ഈസ് 4. തുക 4 ആയതുകൊണ്ട് 1 എക്സ് ആയാൽ മറ്റേത് 4 മൈനസ് എക്സ്. പ്രോഡക്റ്റ് ഈക്വൽസ് 2. അപ്പോൾ ഇതിൻ്റെ ഗുണനഫലം x into 4 minus x
equals 2. Open the bracket. 4x minus x into x square equals 2. പിന്നെ ഈ സ്ക്വയർ ടേമിന് ആദ്യം കൊണ്ടുവരിക. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽസ് 2. ഇനി ഇവിടുത്തെ നെഗറ്റീവ് പോകാൻ എല്ലാത്തിനും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ബിക്കം പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ബിക്കംസ് നെഗറ്റീവ് ഈക്വൽസ് -2. ഇനി എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. ആഡിങ് എത്ര ആഡ് ചെയ്യണം? 4/2 2. 2ൻ്റെ സ്ക്വയർ 4. ആഡിങ് 4 ഓൺ ബോത്ത് സൈഡ്സ്. മൈനസ് എടുക്കുമ്പം സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. അതുകൊണ്ടാണ് സൈനിനെ കുറിച്ച് പറയാതിരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽസ് -2 പ്ലസ് 4 എന്ന് കിട്ടും. അപ്പം ബാക്കി പുറത്തോട്ട് എഴുതാം. എന്താണ് ഇത്? ഏതിൻ്റെ എക്സ്പാൻഷനാ? എക്സ് -2 ഹോൾ സ്ക്വയർ. ഈ ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഡഡ് ഫോമാണ് ഇതാണ്. -2 പ്ലസ് 4 is equal to 2. x -2 is equal to root of 2. അതായത് പ്ലസ് ഓർ മൈനസ് √2. x -2 is equal to plus √2 or x -2 is equal to minus √2. അപ്പോൾ പ്ലസ് വാല്യൂ എടുക്കണം, മൈനസ് വാല്യൂ എടുക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഈ -2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +2. 2 പ്ലസ് √2. ഇവിടെ എന്താ വരും? ഈ 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2 മൈനസ് √2. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ. എന്താണ്? നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 പ്ലസ് √2 ആൻഡ് 2 മൈനസ് √2. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി മൂന്നാമത്തത്. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടും? +2 -2 കട്ട് ചെയ്യുമ്പോൾ പോയിട്ട് 2 + 2 4 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a + b × a - b, a² - b², 2ൻ്റെ സ്ക്വയർ 4 മൈനസ് √2ൻ്റെ സ്ക്വയർ √2. √2 × √2 is 2. സോ സ്ക്വയർ ചെയ്യുമ്പോൾ 4 - 2 ഈക്വൽസ് 2 എന്ന് കിട്ടും. ശരിയായില്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ 3 പാർട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട്, കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 55, 45, 35 ... How many terms of these starting from the first must be added to get 175 as the sum? ഈ സീക്വൻസ് എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 175 തുക കിട്ടുക? അപ്പം ഇതിൽ സം തന്നിട്ടുണ്ട്. എന്താണ്? SN is equal to sum of n terms 175. അപ്പം നമ്മുടെ സീക്വൻസ് എന്താണ്? 55, 45, 35 ഇങ്ങനെ പോകും. ഫസ്റ്റ് ടേം എന്താണ്? f is equal to 55, f is equal to a, d is equal to 45 minus 55 equals -10. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. എന്താണ്? SN is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. XN നമുക്കറിയാവോ? അറിയത്തില്ല. XN കണ്ടുപിടിക്കണം. XN എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? XN is equal to a പ്ലസ്, അല്ലെങ്കിൽ f എന്ന് എഴുതാം, f പ്ലസ് n - 1 into d. അതായത് ഫസ്റ്റ് ടേം എത്ര? 55 പ്ലസ് n - 1 into d എത്ര? കോമൺ ഡിഫറൻസ് -10 into -10 into -10. കാണുന്നുണ്ടോ? n - 1 into ഇടുന്നില്ല, -10 എന്ന് എഴുതാം. ഈക്വൽ 55 n into -10 -10n -1 into -10 +10. ഇപ്പം എത്ര കിട്ടി?
55 10 65 65 മൈനസ് 10n എന്ന് കിട്ടി. അല്ലെ തിരിച്ചു എഴുതാം, -10n + 65 എന്ന് എഴുതാം. അതിവിടെ കൊടുക്കാം. SN തന്നിട്ടുണ്ട് 175 = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ് 55 പ്ലസ് XN ഇത് എഴുതാം 65 മൈനസ് 10n. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിയുമ്പം 120 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 175 × 2. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 175 × 2 എത്ര കിട്ടും? 350 എന്ന് കിട്ടും അല്ലേ? ഈക്വൽസ് n × 120 120n മൈനസ് 10n × n 10n². അപ്പം ഈ നമ്പർ ടേമിന് അപ്പുറത്തുണ്ടോ അല്ലേ? -10n² പ്ലസ് 120n ഈക്വൽസ് 350. ഇപ്പോൾ മൈനസ് ഉണ്ട്, എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് ബികം പ്ലസ്, പ്ലസ് ബികം മൈനസ്. 120n ഈക്വൽസ് -350. എല്ലാത്തിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയേ. ഡിവൈഡിങ് ബൈ 10 ഗീവ്സ് ഇപ്പോൾ എത്ര വരും? n² മൈനസ് 12n ഈക്വൽസ് -35. അപ്പം ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? 12 × ½ 6, 6 × സ്ക്വയർ 36. ആഡിങ് 36 ഓൺ ബോത്ത് സൈഡ്സ്. കിട്ടിയത് എങ്ങനെയാണ് മനസ്സിലായല്ലേ? 12 പകുതിയുടെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? n² മൈനസ് 12n പ്ലസ് 36 ഈക്വൽ -35 പ്ലസ് 36. ഇത് ഏതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? n - 6 ഹോൾ സ്ക്വയർ ഈക്വൽസ് ഇവിടെ എത്ര കിട്ടും? 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ n - 6 പുറത്തോട്ട് എഴുതാം. n - 6 is equal to square root of 1, that is plus or minus 1. That is plus or minus 1. n is equal to ഈ -6 അപ്പുറത്തുണ്ടാ, ആദ്യം +1 എടുക്കുക. n - 6 is equal to +1 or n - 6 is equal to -1. അപ്പോൾ +1 എടുക്കാം, -1 എടുക്കാം. ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കി എഴുതാം. n - 6 is equal to +1 or n - 6 is equal to -1. +1 ആകുമ്പോൾ ഈ 6 അപ്പുറത്ത് പോകുമ്പോൾ n is equal to 1 + 6, n is equal to 7 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും? n is equal to -1 + 6 എന്ന് കിട്ടും. n is equal to 5 എന്ന് കിട്ടും അല്ലേ? ഈ -6 അപ്പുറത്തോണ്ട് വരുമ്പോൾ +6 ആ -1 + 6. അപ്പം 2 നമ്പേഴ്സ് കിട്ടുന്നുണ്ട്, 7ഉം 5ഉം. ഇതാണ് ആൻസർ. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എടുക്കണം. n is equal to 7 or 5. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട്. ഈ ചോദ്യവും നേരത്തെ പോലെ തന്നെ ഒറ്റൊരു വ്യത്യാസമുള്ള സം 175 പകരം 180. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? SN is equal to n/2. ഇത് സീക്വൻസ് ആണല്ലോ, ഇതാണല്ലോ ചോദ്യം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പം രണ്ടാമത്തെ പാർട്ട് അപ്പം പകുതി വരെ ചെയ്താൽ മതി. അതായത് പകുതി ആദ്യത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. SN is equal to n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. SN തന്നിട്ടുണ്ട് 180 ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം 55 പ്ലസ് XN നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്ര? 65 മൈനസ് 10n ഈക്വൽസ് 180 ഈക്വൽസ് n/2 ഇൻറ്റു 55 65 ആഡ് ചെയ്യുമ്പോൾ 120 മൈനസ് 10n എന്ന് കിട്ടും. ഇനി 2 കൊണ്ട് ഇപ്പുറത്തും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 ഈക്വൽസ് n ഇൻറ്റു 120 മൈനസ് 10n. ഓപ്പൺ ദ ബ്രാക്കറ്റ്. എത്ര കിട്ടും? 360 ഈക്വൽസ്
120n മൈനസ് 10n സ്ക്വയർ. ഇതിനെ 360 മറുസൈഡ് കൊണ്ടുപോകും. അപ്പം എത്ര വരും? 120n മൈനസ് 10n സ്ക്വയർ ഈക്വൽസ് 360. മൾട്ടിപ്ലൈങ് ബൈ നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ടാ? ഈ n സ്ക്വയർ ടേമിൻ്റെ നെഗറ്റീവ് പോകാൻ വേണ്ടിയാണ്. എത്ര കിട്ടും? 10n സ്ക്വയർ മൈനസ് 120n ഈക്വൽസ് മൈനസ് 360. എല്ലാത്തിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? n സ്ക്വയർ മൈനസ് 12n ഈക്വൽ മൈനസ് 36. ഇനി കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. 12ൻ്റെ പകുതി 6, 6ൻ്റെ സ്ക്വയർ 36. n സ്ക്വയർ മൈനസ് 12n പ്ലസ് 36 ഈക്വൽ മൈനസ് 36 പ്ലസ് 36. രണ്ട് സൈഡും 36 നമ്മൾ ആഡ് ചെയ്തു. അത് എഴുതിയില്ല എന്നേ ഉള്ളൂ, മനസ്സിലാക്കോ? അപ്പോൾ ഇവിടെ 0 ആവും അല്ലേ? n സ്ക്വയർ മൈനസ് 12n പ്ലസ് 36 ഈക്വൽ ടു 0. ഇത് ഏതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? n മൈനസ് 6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. n മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. n ഇസ് ഈക്വൽ ടു 6. ഇവിടെ ഒരു വാല്യൂ ഉള്ള സെയിം ഈക്വൽ വാല്യൂസ് 6 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയത്. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ 6. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, തേർഡ് പാർട്ട്. അതുകൂടി നമുക്ക് ചെയ്യാം. മൂന്നാമത്തേൽ സം 0 എന്നാണ് വന്നിരിക്കുന്നത്. സീക്വൻസ് ഓർമ്മയുണ്ടല്ലോ, 55, 45, 35. എത്ര ടേംസ് ആഡ് ചെയ്താലാണ് സം 0 എന്ന് കിട്ടുക? Sn is equal to n/2 into first term plus last term. Sn 0 equals n/2 into 55 plus x നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങ് എഴുതിയാൽ മതി. 65 മൈനസ് 10n. ഇവിടെ 0 അല്ലേ വരിക? 0 into 2 is 0. 0 equals n into ഇതെത്ര? 120 മൈനസ് 10n. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 120n മൈനസ് 10n സ്ക്വയർ ഈക്വൽ ടു 0. ഡിവൈഡിങ് ബൈ 10. 12n മൈനസ് n സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഇത് കിട്ടും. n സ്ക്വയർ മൈനസ് 12n ഈക്വൽ ടു 0. ഇതിൽ നിന്നൊരു n കോമൺ ഫാക്ടർ എടുത്തൂടെ? n എടുക്കുമ്പോൾ പുറത്തോട്ട് എഴുതാം. n ഇൻറ്റു n മൈനസ് 12 ഈക്വൽ ടു 0. അപ്പം n ഇസ് ഈക്വൽ ടു 0. നമ്പർ ഓഫ് ടേംസ് ചോദിക്കുമ്പോൾ 0 ആവാൻ പാടുണ്ടോ? ഇല്ല. 0 ഓർ n മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. അപ്പം n മൈനസ് 12 ഇസ് ഈക്വൽ ടു 0, n ഇസ് ഈക്വൽ ടു 12. അപ്പം ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പം മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ചെയ്ത 3 ചോദ്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ലെസൺ തീർന്നിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു 5 പാഠം മാത്രം മതിയാവും തോന്നുന്നു ഫസ്റ്റ് ടേം എക്സാമിനേഷന്. അപ്പോൾ ഫസ്റ്റ് ടേം പോർഷൻസ് തീർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി റിവിഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ.